പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ
യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും നീക്കുവാണ്. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചും ധ്യാനിക്കുന്ന ഒരു കാലമാണ്. പെസഹ കാലം കഴിയുമ്പോൾ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലത്തിന് പ്രധാനപ്പെട്ട പ്രമേയമാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമ്മാവുസിലെ ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ് വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചന പ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ്, അല്ലേ? ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്, ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത്. അത് ഈശോ പറയണ്ട്. എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാ സുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും. അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്. അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന്, അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മാവുസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന
ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ് അവർ കണ്ണ് തുറന്നെന്നാ പറയണത്. ലൂക്ക 24:30-31. ലൂക്ക 24:30-31. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവന്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു, കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു, കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. എന്തിനാണ്? ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമുറുക്ക ശുശ്രൂഷയും ഓരോ പെസഹവാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആദ്യമായിട്ട് തിരുക്കുമാരനോടും അമ്മ മാതാവിനോടും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നന്ദന. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് ജനുവരി 18, 2024 ഞാൻ ആക്ച്വലി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല. ഞാനിവിടെ വന്നപ്പോൾ അമ്മയാണ് ആ ക്യൂയിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ക്യൂയിലേക്ക് കയറി നിന്നു, ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ OET എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനൊരു 10 തവണയോളം OET എക്സാം എഴുതി, പക്ഷെ എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് നമുക്ക് IELTS ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ IELTS ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ എനിക്ക് മാതാവ് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം എൻ്റെ CBT എക്സാം ആയിരുന്നു. എനിക്കൊരു വലിയ ടെൻഷനായിരുന്നു CBT എക്സാം. ഇത്ര എക്സാം ഫെയിലായി, എനിക്കറിയില്ല ഇതെങ്ങനെ പഠിച്ച് പാസ്സാവുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ മാസമായിരുന്നു എൻ്റെ CBT എക്സാം. ജയമാല റാലിക്ക് മുന്നേ ആയിരുന്നു. ഞാൻ CBT എക്സാം എഴുതി. CBT എക്സാം A പാർട്ട് B പാർട്ട് എന്ന് പറഞ്ഞ 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് എക്സാം എഴുതി. അന്ന് ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും കൊന്തയൊക്കെ ആയിട്ടാണ് പോയത്. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാമിനോട് പറഞ്ഞു എൻ്റെ പോക്കറ്റൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പോക്കറ്റിൽ ഉപ്പിട്ടുണ്ടായിരുന്നു പോയേ. അന്ന് ഉപ്പ് എൻ്റെ പോക്കറ്റിൽ നിലത്തേക്ക് വീണു. അതുപോലെ എൻ്റെ കൊന്തയൊന്നും കയറ്റിച്ചില്ല. ഞാൻ മാമിനോട് ചോദിച്ചു കാശുരൂപം മാത്രം ഞാൻ കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇപ്പം ഇവിടെ വയ്ക്കുക, ഞാൻ പറയാം. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങ് താഴെ പോയി. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ മാമിനോട് ചോദിച്ചു മാം ഞാൻ കാശുരൂപം മാത്രം കയറ്റിക്കോട്ടെ. ഓക്കെ, നീ അത് മാത്രം കയറ്റിക്കോളാൻ പറഞ്ഞു. അന്ന് എന്നെ കൊണ്ട് കൊന്ത കയറ്റിച്ചില്ല. അന്ന് ഞാൻ എക്സാം എഴുതി. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പാസ്സാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ എക്സാം ഫെയിലായി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് പ്രിൻ്റ് എടുത്തവർ കൈ തരും. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ ബസ് നോക്കി നിന്നപ്പോൾ ബസ് വന്നു. ഞാൻ കുറച്ച് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ കൊന്തയിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപം കാണാനില്ല. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വന്നു. അന്ന് അവിടെ കിടപ്പുണ്ടായിരുന്നു ആ കാശുരൂപം. അങ്ങനെ ഞാൻ നെക്സ്റ്റ് എക്സാമിന് 10 ഡേയ്സ് കഴിഞ്ഞാണ് എടുത്തത്. അന്നിവിടെ ഒക്ടോബർ റാലിയുടെ ആ ടൈമായിരുന്നു. അപ്പം ഞാൻ വോളണ്ടിയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ ഫെയിലായ ഷീറ്റും പിടിച്ചുകൊണ്ടാണ് പള്ളി വരെ എത്തിയത്, ജപമാല ചൊല്ലി. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അടുത്ത 26 ഒക്ടോബർ റാലിക്ക് ഞാൻ എൻ്റെ പാസ്സായ റിസൾട്ടും പിടിച്ചുകൊണ്ടേ ഞാൻ നടക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ എക്സാം പോയി എഴുതി. ആ എക്സാമിന് ഞാൻ ചെന്നപ്പോൾ ഞാൻ വേറെ സെൻറ്ററായിരുന്നു എടുത്തത്. അന്ന് അവിടെ ചെന്ന് ഇപ്പോൾ ഒരു സാറായിരുന്നു. സാറിനോട് കയറി വരാൻ പറഞ്ഞു. നീ ഓക്കെ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. ഞാൻ വാഷ്റൂമിൽ ചെന്നു. ഉപ്പെടുത്ത് എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് വെച്ചു. കാശുരൂപ എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിലായിരുന്നു ഇട്ടായിരുന്നേ. അങ്ങനെ ഞാൻ അകത്തേക്ക് ഡോറ് നേർന്നപ്പോൾ ഒരു സുന്ദരി മേഡം. അതെനിക്കറിയാം എൻ്റെ അമ്മ മാതാവ് തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഭയങ്കര ഒരു ഭംഗിയായിരുന്നു മേഡത്തെ കാണാൻ. ഞാൻ ചെന്നു. അപ്പം എന്നോട് ചോദിച്ചു, ചിരിച്ചോണ്ട് എന്നോട് പറഞ്ഞു നീ കയറി വാ, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയാണെന്ന്. ഞാൻ ഉള്ളിലേക്ക് കയറി. അവിടെ ചെന്ന് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ മേഡം ഇരുന്ന് എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു നീ മേഡത്തിൻ്റെ ഡ്രസ്സിൻ്റെ കളർ നോക്കാൻ. ഇപ്പോഴത്തെ ഞാൻ നോക്കിയപ്പോൾ അത് നീല ഒരു സാരി ആയിരുന്നു മേഡം എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് ഞാൻ കാശുരൂപം എൻ്റെ കഴുത്തിലായിരുന്നു ഇട്ടായിരുന്നേ. ഫസ്റ്റ് ക്വസ്റ്റിന് എനിക്കറിയായിരുന്നു. പിന്നെ വന്നപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഉത്തരം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ കാശുരൂപത്തെ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവേ എനിക്കിതൊന്നും അറിയില്ല,
മാതാവേ നീ തന്നെ ആയിരിക്കണം ഇതിന് ഉത്തരം നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും അറിയാതെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇതെനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരെന്നോട് പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ളത് അങ്ങ് ക്ലിക്ക് ചെയ്യുക, നിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറൊക്കെ ഞാനല്ലേ കറക്റ്റ് ചെയ്യണേന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതനുസരിച്ച് എനിക്ക് തോന്നിയത് ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്ത് വിട്ടു. ലാസ്റ്റ് കൺഫേം കൊടുക്കാൻ നേരത്ത് കൺഫേം കൊടുത്തു. അപ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് മേഡത്തിന് വിളിച്ചു, 4 മിനിറ്റ് ആയിരുന്നു ബാലൻസ് ഉള്ളൂ. അപ്പോഴത്തേക്കും മേഡം വന്നു, എനിക്കത് എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ചെയ്തോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് ഞാനത് ആൻസറായിട്ട് കൊടുത്തേ. പക്ഷെ ഞാൻ അത് തന്നെ കൊടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, നീ അത് കൊടുക്കണ്ട, നീ തേർഡ് ആൻസർ തന്നെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ തേർഡ് ആൻസർ തന്നെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു മേഡം എന്നോട്. അപ്പോൾ തന്നെ റിസൾട്ട് നമുക്കെടുത്ത് കയ്യിലേക്ക് തരും. ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഇതെനിക്ക് പാസ്സാക്കി തന്നെ, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ മേഡം റിസൾട്ട് എനിക്ക് പ്രിൻ്റ് എടുത്തിൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, താങ്ക്സ് എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഞാൻ മേഡത്തിനോട് ചോദിച്ചു, മേഡം ഞാൻ പാസ്സായോ എന്ന് ചോദിച്ചു. എനിക്ക് ആ മേഡം പാസ് എന്നുള്ള ആ സ്ഥലത്ത് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു, നീ പാസ്സായി എന്ന് പറഞ്ഞ്. ശരിക്കും മാതാവാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം അത് ശരിക്കും മാതാവിനെപ്പോഴും ഒരു മേഡായിരുന്നു. പാസ്സാക്കി തന്ന കൃപാസന മാതാവിനെ കോടാനുകൂടി നന്ദി. അതേപോലെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്ക് 2 വീലർ, എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല. ഞാൻ നേരത്തെ ഡേറ്റ് എടുത്തു. എന്നെ പഠിപ്പിച്ച ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇത്ര നേരത്തെ ഡേറ്റ് എടുക്കണ്ടായിരുന്നു, കാരണം നിനക്ക് ഒട്ടും നീ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, എനിക്ക് തോന്നണില്ല നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കഴിഞ്ഞു. ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വളരെ ഭംഗിയായിട്ട് ചെയ്തു. അന്ന് ഞാൻ റോഡ് ടെസ്റ്റിന് പോയപ്പോൾ സാറിരിക്കുന്ന സീറ്റേൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയറ്റത്തിൽ നിന്ന് എടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എന്നോട് പറഞ്ഞ പോലും ചിലപ്പോൾ എനിക്കറിയില്ല. പക്ഷെ അന്ന് എന്നോട് ചോദിച്ചു, സാർ നിനക്ക് കയറ്റത്തിൽ നിന്ന് എടുക്കാൻ അറിയുമോയെന്ന്. ഞാൻ എന്ത് ധൈര്യത്തിലാണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. എങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് തിരുക്കുമാരൻ എനിക്ക് നടത്തി തന്നാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അന്ന് ഞങ്ങൾ 4 പേര് പോയതിൽ 2 പേർക്ക് മാത്രമേ ലൈസൻസ് കിട്ടിയുള്ളൂ. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതേപോലെ ഞാൻ ആദ്യം സ്റ്റഡി വിസയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് എമൗണ്ട് ഞാൻ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ കുറേ താമസിച്ചു. കാരണം എനിക്ക് ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ അതിന് കുറച്ച് ഫണ്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു റീഫണ്ട് കിട്ടാൻ വേണ്ടി. അതെനിക്ക് മാതാവ് തിരുക്കുമാരൻ വഴി തന്നനുഗ്രഹിച്ചു. അതിനും കോടാനുകോടി നന്ദി. അതേപോലെ അമ്മ ഈസ്റ്റേണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. കാരണം കുറച്ച് ടൈം ഇരുന്നിട്ട് പിന്നെ എണീക്കാൻ പാടില്ല. എണീറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ മുട്ടയിലെഴഞ്ഞായിരുന്നു അമ്മ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ കാണണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ അമ്മയുടെ ഉപ്പൂറ്റിയിൽ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ ജോലി റിസൈൻ ചെയ്തേ. ഇപ്പം അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ തയ്ക്കണുണ്ട്. എന്തോരം നേരം വേണം നിൽക്കുമോ നടക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതേപോലെ എൻ്റെ കാലിൻ്റെ വേദന, പിന്നെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാതാവിൻ്റെ ഉപ്പും തേനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ മാതാവ് മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഈ ഉടമ്പടിയിൽ വന്നേ പിന്നെ കൂടുതൽ ദൈവത്തോടും കർത്താവിനോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുർബാന, ഞാൻ 1 ഇയറായിട്ട് ഇപ്പോൾ ഡെയിലി കുർബാന കൂടുന്നുണ്ട്. എനിക്ക് കുർബാന ഒരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ എന്തോ എൻ്റെ ലൈഫിൽ നിന്ന് എന്തോ ഒന്ന് മാറി പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്ന് ഞാൻ പരമാവധി 1-2 ദിവസങ്ങളിൽ മാത്രമേ എങ്ങനെയെങ്കിലും ആൻറ്റിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് മിസ്സാവാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ കുർബാന കൂടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുർബാന എനിക്കൊരു അനുഭവമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു തവണ ഞാൻ എന്നും ഇങ്ങനെ തിരുവോസ്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ടൈമിൽ, കുർബാന കൊടുക്കുന്ന ആ ടൈമിൽ ഞാൻ മുട്ടുമേ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം കർത്താവിനെ സ്വീകരിക്കാൻ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നീ എന്നെ കാണുന്നുണ്ടോ, നീ എന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അന്ന് കഴിഞ്ഞു, ഞാൻ കുർബാന കഴിഞ്ഞ് ഞാൻ കുറച്ച് ടൈമിരുന്ന് ബൈബിൾ വായിക്കാറുണ്ട് പള്ളിയിൽ. അങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്താ കുർബാന സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഹിന്ദു, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്നും നിന്നെ നോക്കാറുണ്ട്, നീ കുർബാനയിലേക്ക് കൊതിയോടുകൂടി ഞാൻ നോക്കാറുണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടി, അത് കർത്താവ് തന്നെ എനിക്ക് തന്ന ആൻസറാണെന്ന്. അതേപോലെ ഡിസംബർ 25 ആ പാതിര കുർബാനയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 24-ാം തീയതി
അന്ന് ഞാൻ കുർബാന കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് കുർബാന കൊടുക്കുന്ന സമയത്ത് അച്ഛനൊരു വാക്ക് പറഞ്ഞു, കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ മാത്രം സ്വീകരിക്കാമെന്ന്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ചങ്കിലേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കയറി. അച്ഛൻ കുമ്പസാരിച്ച് അങ്ങനെ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർ സ്വീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കുത്തിക്കയറിയത്. ഞാനപ്പോൾ തന്നെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഞാനിരുന്ന് കരഞ്ഞു ഫുൾ ടൈം. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടക്കാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ആരോ 2-3 വചനം 2-3 ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ബൈബിൾ എടുത്ത് നോക്കാമെന്ന് ഓർത്തു. രാവിലെ ബൈബിൾ എടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിക്കുന്ന ആ കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്തെങ്കിലും ഒരു ദിവസം എനിക്കിത് നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എവിടെയെങ്കിലും പോകണോ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകണം, ഇഷ്ടപ്പെട്ട ഫുഡൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും കർത്താവിനെ സ്വീകരിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നല്ല ജോലി ഒന്നുമല്ല, എനിക്ക് കർത്താവിനെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും എൻ്റെ വലിയൊരു ആഗ്രഹം. അത് കർത്താവ് നടത്തി തരും എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതേപോലെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത വൃദ്ധസദനമുണ്ട്. അവിടെ പോയി ഞാൻ അമ്മമാരെ കുളിപ്പിക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അതുപോലെ നഖം വെട്ടിക്കൊടുക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഞാൻ പോകാറുണ്ട്. അതേപോലെ പൊതിച്ചോറാണേലും ആഴ്ചയിലൊരിക്കൽ 3 പൊതി വെച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് വീട്ടിൽ നിന്ന്. പിന്നെ മാതാവിൻ്റെ പത്രം അത് ഞാൻ വീടുകൾ കയറി നടന്നും അതേപോലെ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ എൻ്റെ തിരിയിൽ എനിക്ക് എപ്പോഴും മാതാവിൻ്റെ ഓരോരോ കാര്യങ്ങൾ കാണാൻ പറ്റാറുണ്ട്. മാതാവിനെയായിട്ടും തിരുഹൃദയമായിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റാറുണ്ട്. പിന്നെ ഇന്ന് 4-ാം തീയതി, ഈ 4-ാം തീയതി എനിക്ക് കഴിഞ്ഞ മാസം മാതാവിൻ്റെ തിരിയിൽ കാണിച്ചു തന്നു. ഞാൻ സിസ്റ്റർ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് 4, എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഈ 4-ാം തീയതി ആയപ്പോൾ എന്നോട് ഇന്ന് പള്ളിയിൽ പോകണം, സാക്ഷ്യം പറയണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അത് കറക്റ്റ് ഈ ഡേറ്റ് ആയിരുന്നു ശരിക്കും പച്ചത്തിരിയിൽ എനിക്ക് കാണിച്ചു തന്നെ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ട് കൊന്ത ചൊല്ലാണ്. ഞാൻ എന്നും ഒരു 7 മണി സമയം ഉണ്ടെങ്കിൽ ഞാനും അമ്മയിരുന്ന് കൊന്ത ചൊല്ലും, അത് മസ്റ്റായിട്ടും. പിന്നെ ബൈബിള് വായിക്കാനുള്ള കൃപ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്മമാരെ കുളിപ്പിക്കാറും അവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം, ഞാനൊരു ഓസ്കിയുടെ ക്ലാസ്സിന് വേണ്ടി 2 വീക്സ് ഞാൻ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരമ്മ പ്രായമായി കിടക്കുമായിരുന്നു, മീൻസ് മരിക്കാറൊക്കെ ആ ഒരു ഇതിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ്സിന് പോയപ്പോൾ ഞാൻ റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു, അയ്യോ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ ഞാനൊരു ശനിയാഴ്ച ഞാൻ വന്നു, ഞായറാഴ്ച ഞാൻ പോയില്ല, തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. അന്ന് ഞാൻ ബെഡ് ബാത്ത് ചെയ്തു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഓക്കെ നീ ഇച്ചിരി വെള്ളം കൊടുത്തേക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ അമ്മയ്ക്ക് ഇറക്കാൻ പറ്റില്ല, പക്ഷേ പയ്യെ വെള്ളം കൊടുത്ത് പയ്യെ ഇരുന്ന് ഞാൻ കുറേ ടൈം എടുത്താൽ കൊടുത്തേ. ഞാനൊരു 10:30 ആയപ്പോൾ ഇറങ്ങി, 11 മണിയായപ്പോൾ അമ്മ മരിച്ചു. എനിക്കത് ശരിക്കും അറിയാം, ദൈവം എനിക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യിപ്പിച്ചാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവരെ നോക്കാനുള്ളൊരു കൃപയും. സത്യം പറഞ്ഞാൽ ഞാൻ നേഴ്സാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ കുളിപ്പിക്കുക അങ്ങനെ മോഷണമൊക്കെ ചിലപ്പോൾ ചെല്ലുമ്പോൾ അവർ മോഷണി കുളിച്ച് കിടക്കുമായിരിക്കും. അതൊക്കെ എടുക്കാൻ നേരത്തെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്ത് കൊടുക്കണമെന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം എത്ര അമ്മമാരെ കുളിപ്പിക്കാൻ കിട്ടിയാലും എനിക്ക് അതൊരു കുഴപ്പമില്ലാത്ത രീതിക്കായി. അതുപോലെ തന്നെ ഒരു കൊച്ചിന് തീരെ സാമ്പത്തികം ഇല്ലാത്തൊരു കൊച്ചായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗോൾഡിൻ്റെ മോതിരം വെഡ്ഡിങ് റിങ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ പത്രം ഞാൻ വീടുകളിൽ കയറി നടന്നാണ് കൊടുക്കുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ കൂടുതലിങ്ങനെ പറഞ്ഞെനിക്ക് കൊടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മറ്റുള്ളവരോട് എനിക്ക് നിന്നെ തിരുക്കുമാരനെ പറ്റി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞു. അന്ന് ഞാനൊരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഞാൻ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കാര്യം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ഏജുള്ളൊരു മോൻ എനിക്കുണ്ട്, പക്ഷേ അത്ര ഏജുണ്ട് എനിക്ക്, എങ്കിലും എനിക്ക് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവിനെ പറ്റി മോക്ക് ഇത്ര നന്നായിട്ട് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപയാണെന്ന് പറഞ്ഞു. എന്നെനിക്ക് മനസ്സിലായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന്. അതേപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കർത്താവ് മാതാവിൻ്റെ കൂടെ നിൽക്കണമല്ലോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്തൊരു തീരുമാനം എടുക്കാനാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ സങ്കടം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടാറുണ്ട്. ഇത്രത്തോളം അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും.
നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നന്ദന എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് ഈ മകൾ ഈശോയെ എത്രമാത്രം സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മ എത്രമാത്രം ഈ മകളെ കരുതുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ കൃത്യമായും ഉടമ്പടി കണ്ടൻറ്റിൽ നോട്ട് ബൈ മെറിറ്റ് എന്ന ഒരു വലിയ അടിസ്ഥാനത്തിലാണ്, ഈശോയുടെ കൃപയാലാണ് 10 പ്രാവശ്യമാണ് ഈ മകൾ OET എഴുതി ഫെയിലായത്. ഇത്രയും തവണ OET എഴുതി ഫെയിലായിട്ടും ഈശോയെ കൈവിടാത്ത ഒരു മകളാണിത്. ഈശോയെ സ്നേഹിക്കുക, ഈശോയെ സ്വീകരിക്കാനുള്ള തീരാത്ത ദാഹവും ഒരു കൊതിയുമാണ് ഈ മകൾക്ക്. എന്നെങ്കിലും ഞാൻ ഈശോയെ സ്വീകരിക്കും, എന്നെങ്കിലും ഞാൻ ജർമ്മനിയിൽ പോകും, അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നൊന്നുമല്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ മകൾ പറയുന്നത്. അതിയായ ഒരു ആവേശത്തോടു കൂടി ഈ മകൾ ഇന്ന് ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, ഈശോയോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഒരു സംസാരിക്കുവാനും അതാണ് നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉടമ്പടിയിൽ വളരെ മുന്നേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അതുപോലെ തന്നെ ഈ മകൾ കണ്ടെത്തുന്ന ഓരോരുത്തരിലും ഈശോയെ കുളിപ്പിക്കുന്നതായും ഈശോയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതായും ഒരു അക്രൈസ്തവയായ മകൾ നമ്മളെല്ലാം നാണിപ്പിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് നമുക്കിത് തോന്നുന്നത്. കാരണം ഈശോ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതെല്ലാം ഈ മകൾ കൊടുക്കുന്നുണ്ട്. ഈശോയെ ആത്മാവിൽ സ്വീകരിക്കാനുള്ള ഒരു കൊതി വചനത്തിലൂടെ ഈ മകളോട് ഈശോ സംസാരിക്കുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. വിശുദ്ധ പത്രോസിനോട് ഈശോ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നോ? 3 പ്രാവശ്യം ചോദിച്ചപ്പോഴേക്കും പത്രോസിലേക്ക് വളരെ സങ്കടമായി പോയി. ഈ മകൾ ഓരോ പ്രാവശ്യവും ഈശോയെ സ്നേഹിക്കുന്നു എന്ന് അങ്ങോട്ട് പറയുന്നുണ്ട്. ഈശോയെ സ്പർശിക്കാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ഒരു വലിയ അത്ഭുതത്തിലേക്ക് ഈ മകൾ ഇന്ന് നടന്നെടുക്കുകയാണ്. ഓരോ പ്രാവശ്യം പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ആ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഈ മകൾ അനുഭവിച്ചറിയുകയാണ്. അതുപോലെ തന്നെ യേശു കർത്താവാണെന്ന് ഓരോ തവണയും ഈ മകൾക്ക് ഏറ്റുപറയാനുള്ള വലിയ കൃപ ലഭിച്ചിരിക്കുന്ന ഒരു ഉടമ്പടി ജീവിതമാണിത്. നീ എൻ്റെ മുമ്പേ ഉണ്ടാകണം എന്ന വിശുദ്ധിയിൽ ജീവിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ ആവസിക്കുമ്പോൾ മാത്രമേ അറിവും തിരിച്ചറിവുമെല്ലാം നമുക്കുണ്ടാവുകയുള്ളൂ എന്ന് സാക്ഷ്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മത്തായി 10:32 പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും എന്നൊരു വലിയ സാക്ഷ്യമാണിത്. കാരണം ഈ മകൾ മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയെ ഏറ്റുപറയുകയാണ്. നമുക്കെല്ലാവർക്കും ഈശോയെ ഏറ്റുപറയുന്ന ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 38-ാം തിരുവചനം പറയുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് പ്രസാദിച്ച ഒരു ജീവിതമാണ് ഇന്ന് നന്ദനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഉടമ്പടിയിൽ വളരെ പ്രത്യാശയോടെ ജീവിക്കുവാനും എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ മുന്നേറുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നന്ദനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, അതുപോലെ തന്നെ നന്ദനയുടെ അമ്മയ്ക്കും വലിയ സൗഖ്യങ്ങളുണ്ടായിട്ടുണ്ട്. അവരുടെ ഇന്ന് ജീവിതത്തിൽ അമ്മയ്ക്ക് കാലുകുത്തി നിൽക്കുവാൻ സാധിക്കാത്ത, ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നൊരവസ്ഥയായിരുന്നു. ഉപ്പൂറ്റിക്ക് വളരെ വേദനയായിരുന്നു. അത് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകൾക്ക് പെട്ടെന്ന് സൗഖ്യമുണ്ടായിരുന്നത് കൂടി ഏറ്റുപറയുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദനയ്ക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് നീതു. ഞാൻ ഇപ്പോൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് വന്നേക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ അറിഞ്ഞപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നി. ഇവിടെ വന്ന് ഉടമ്പടിയുടേതായ കാര്യങ്ങൾ അറിഞ്ഞു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ 6 നിയോഗങ്ങളും പരിശുദ്ധ അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അച്ഛൻ പറയുന്ന പോലെ അങ്ങനെ അത്ര വലിയ എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ അതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. ആ ഒരു സമയത്ത് എൻ്റെ നിയോഗമായിരുന്നു OET എഴുതി പുറത്തേക്ക് പോവുക എന്നുള്ളത്. എനിക്കങ്ങനെ ഇന്ന കൺട്രിയിൽ പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി ജോലി ചെയ്യണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനൊരു 3 പ്രാവശ്യം ഇവിടെ OET എഴുതി, എനിക്ക് കിട്ടിയില്ല. ആ 3 പ്രാവശ്യം എഴുതിയപ്പോഴേ ഞാൻ ആകെ തളർന്നു. 3ാമത്തെ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ഇവിടെ എനിക്ക് വരാനൊരവസരം കിട്ടി. ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ മുട്ടുകുത്തി ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇനിയൊരു പ്രാവശ്യം OET എഴുതാൻ എനിക്ക് വയ്യ. എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ മതി, അമ്മ തന്നെ സെലക്ട് ചെയ്തോ എവിടെയാണ് ഞാൻ പോകണ്ടേന്നുള്ളത്. പക്ഷേ ഇപ്പം കിട്ടിയ ഈ ഒരു സ്കോർ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രാർത്ഥനയുടെ രൂപത്തിലായിരുന്നില്ല, അതൊരു കമ്മ്യൂണിക്കേഷനായിരുന്നു.
ഞാനിവിടെ വന്ന് നിന്നു, കുറച്ച് നേരം കരഞ്ഞു, ഞാൻ പോയി. അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഓസ്ട്രേലിയക്ക് ഒരു കെയറർ സ്ട്രീമിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അധികമൊന്നും ചിന്തിക്കാതെ തന്നെ ഞാൻ അതിന് ഓക്കെ പറഞ്ഞു. വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയറുകളെല്ലാം നടന്നു. ഞാൻ അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജൂൺ 21. അപ്പോൾ ഞാൻ ആ സമയം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് റിസൈൻ ഇട്ട് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അമ്മ കറക്റ്റായിട്ട് ജൂൺ 21 ഇവിടെ റിസൈൻ ഇടാനും അതിനടുത്ത മാസങ്ങളിൽ തന്നെ ഓസ്ട്രേലിയക്ക് പോകാനും അമ്മ സഹായിച്ചു. അത് അമ്മ തന്നെ സെലക്ട് ചെയ്തൊരു കൺട്രിയാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. കാരണം എൻ്റെ സ്വപ്നത്തിൽ പോലും ഓസ്ട്രേലിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2022 ഞാൻ അവിടെ എത്തിയതിന് ശേഷം ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ടുള്ള എൻ്റെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് വീണ്ടും OET ആവശ്യമായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 3-4 തവണ എഴുതി കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന്. ഞാൻ എഴുതി. ആദ്യത്തെ തവണ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. പക്ഷെ ആദ്യ സ്കോർ വെച്ചിട്ട് ഞാൻ പ്രൊസീജിയറുകളൊക്കെ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു പരാജയത്തിൻ്റെ നിര തന്നെയായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് പോയി. ഞാൻ കംപ്ലീറ്റ്ലി മാതാവിന് സറണ്ടർ ചെയ്തു. ഇതെനിക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും തവണ ഈ പരീക്ഷകൾ എഴുതി ഏതെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്കറിയാൻ പറ്റും ഇത് അമ്മ തന്നതാണ്, ഇത് ഉടമ്പടി വഴി കിട്ടിയതാണ്? ആ ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ കളിയാക്കാനുണ്ടായിരുന്നു ഉടമ്പടീനെ പറ്റിയും. അതിനകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുള്ളൂ ഇവിടെ വരുന്നതിലും ഉടമ്പടിയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലുമെല്ലാം. അപ്പോൾ എനിക്ക് അവർക്കും കൂടെ ഇത് എനിക്ക് അമ്മ തന്നതാണ് എന്ന് കൃത്യവും വ്യക്തവുമായുള്ള അടയാളത്തിൽ പറയണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു. പിന്നീട് പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. കാര്യം മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നെങ്കിലും എങ്ങനെയെന്നറിയില്ല ഞാൻ എഴുതിയും കൊണ്ടിരുന്നു. ഒരു മോർ ദാൻ 16 പ്രാവശ്യത്തിലധികം ഞാൻ OET എഴുതിയിട്ടുണ്ട്, ഓരോരോ സബ്ജക്റ്റുകൾ ഓരോരോ മോഡ്യൂൾ വെച്ചിട്ട്. അതിനകത്ത് അവസാനം പാസ്സായി. പക്ഷേ റിസൾട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇവിടുത്തെ ഉടമ്പടിയുമായിട്ട് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട തീയതികളിലാണ് ഞാൻ എക്സാം എല്ലാം ജയിച്ചേക്കുന്നത്. ആദ്യത്തെ എൻ്റെ പരീക്ഷ ജപമാല റാലിയുടെ അന്ന് നടന്ന പരീക്ഷ. ആ പരീക്ഷയിലാണ് എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ ഡിസംബർ 7 അന്നത്തെ പരീക്ഷയിൽ എനിക്ക് ലിസണിങ് കിട്ടി. പിന്നീട് ഞാൻ എഴുതിയത് മെയ് മാസ വണക്കത്തിൻ്റെ ആ മാസം അവസാനത്തെ ആഴ്ചയിലുണ്ടായിരുന്ന പരീക്ഷ. അപ്പോൾ അത് എഴുതുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഇനിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ വരില്ല, കാരണം ഞാൻ അത്രയ്ക്കും ടയേർഡായി. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇനിയൊരു പരീക്ഷയ്ക്ക് ഞാൻ വരില്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 400 കിലോമീറ്റർ പോകണം ഓരോ തവണ പരീക്ഷ എഴുതാനും. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്, അതിനെ ഇട്ടിട്ടാണ് ഞാൻ ഈ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. സംടൈംസ് അവനെയും കൊണ്ട് പോകുമ്പോൾ അതിനെയും കൂടെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് വിഷമിച്ച് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, അമ്മേ എനിക്ക് നീ തരാനുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം വേണം. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു നീല കളറ് വസ്ത്രമായിട്ട് ആരെങ്കിലും എൻ്റെ പരീക്ഷയ്ക്ക് അവിടെ ഉണ്ടാവണം, അതൊരു അടയാളമായിട്ട് ഞാൻ എടുക്കുമെന്നാണ് വിചാരിച്ചേ. എക്സാം ഭയങ്കര പാടായിരുന്നു. എല്ലാവരും വന്നിട്ട് ആ എക്സാം ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് കരയാണ്, കാരണം എനിക്ക് ഭയങ്കര പാടായിരുന്നു. പല ആൻസറും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് ഒരു നീല കളറ് ഗൗൺ ഇട്ടിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചില്ല. അവർ എന്തോ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നീ തരുവാണെന്നുണ്ടെങ്കിൽ ഈ മെയ് മാസം അവസാനത്തിന് മുൻപ് ഒരു 5 ഡേയ്സ് കൂടി ഉള്ളൂ മെയ് മാസം തീരാനായിട്ട്, അതിനുള്ളിൽ എനിക്ക് എൻ്റെ റിസൾട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊട്ടും പോസിബിൾ അല്ല, കാരണം OETയുടെ റിസൾട്ട് വരാൻ ഒരു 3 ആഴ്ചയെങ്കിലും സമയമെടുക്കും. പക്ഷേ പരീക്ഷ എഴുതി ആ 5ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. അത് എനിക്ക് റിക്വയർഡായിട്ടുള്ള സ്കോർ അമ്മ എനിക്ക് തന്നു. അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു. രണ്ടാമത്തെ കടമ്പയിലേക്ക് വന്നു, IQN തിയറി. അതിനകത്ത് 2 സെക്ഷനാണുള്ളത്, ഒന്ന് കാൽക്കുലേഷനും രണ്ടാമത്തെ തിയറിയും. അതിനകത്തും പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് എന്നെ സഹായിച്ചു. കാരണം ആ പരീക്ഷയിൽ കാൽക്കുലേഷൻസിൽ ഒരെണ്ണം തെറ്റാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അന്നേരം തന്നെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഈ പരീക്ഷ ജയിച്ചാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും, അത് പറഞ്ഞിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എക്സാം കഴിഞ്ഞു. അന്ന് എനിക്ക് ഫിസിക്കലി ഞാൻ ഭയങ്കര സിക്കായിരുന്നു. എങ്ങനെയെങ്കിലും പരീക്ഷ കഴിഞ്ഞെന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് ചിന്തിച്ച സമയം. ആ സമയത്ത് ആ ഓപ്ഷനിൽ ഒരു 7 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ആ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. കൂടുതലൊന്നും ചിന്തിക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല.
പരീക്ഷ കഴിഞ്ഞു, പുറത്തിറങ്ങി. ഞാൻ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൂടി. അന്നേരം ഞാൻ എൻ്റെ പാസ്പോർട്ട് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇനി എന്നെ നീ ഇവിടെ വരുത്തിക്കരുത്. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലി. ആ ജപമാല തീരുന്നതിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പോഴേ ഞാൻ തീരുമാനിച്ച് ഇങ്ങോട്ട് വരൂ എന്നുള്ളത്. മൂന്നാമത്തെ എൻ്റെ അടുത്ത എക്സാം എന്ന് പറയുന്നത് ഓസ്കിയാണ്. അപ്പോൾ ഓസ്കിക്ക് ഞാൻ ന്യൂസിലാൻഡിൽ പോകണം. ആ ഒരു എക്സാമിന് എനിക്ക് കിട്ടുന്ന ഡേറ്റ് ഈ വർഷം ജൂൺ 22-നാണ്. അപ്പം ഞാൻ ഈ തിയറി എക്സാം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2025 ഡിസംബർ 7. അതിനുള്ളിൽ എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം എഴുതി എൻ്റെ ബൈബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് വായിക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ ഇങ്ങനെ ഒരു ഡേറ്റ് എഴുതി വെച്ചിട്ട് നിനക്കത് കിട്ടിയില്ലല്ലോ, നിനക്കിപ്പോൾ ജൂൺ 22-നല്ലേ ഇങ്ങനെ ഒരു ഡേറ്റ് കിട്ടിയേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള കോച്ചിങ്ങിനൊക്കെ ഡേറ്റ് എടുത്തു. അപ്പോൾ അവരോടും ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് എക്സാമിനുള്ള ഡേറ്റ് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം മുന്നോട്ടേക്ക് നീക്കും. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മാർച്ച് 23-ന് ശേഷം ആയിരിക്കും നിനക്ക് കിട്ടുക, അതിന് മുന്നേ ഒരു ഡേറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡിസംബർ 3-ാം തീയതിക്ക് എനിക്ക് ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞു. അത് അസാധ്യമായിട്ടൊരു കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം എക്സാം കഴിഞ്ഞിട്ട് വിത്തിൻ 3 മന്താണ് ഞാൻ ഓസ്കിക്ക് വേണ്ടി പോകാൻ പോണത്. അത് ഭയങ്കരമായിട്ട് അസാധ്യമായിട്ടൊരു കാര്യമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അങ്ങനെ ഞാൻ ഡേറ്റ് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരും എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ് കിട്ടിയേ എന്ന് ചോദിച്ചു. എക്സാമിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാത്രം പേടി എന്ന് പറയുന്നത് വരുന്നതേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്തായി എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം അത്യാവശ്യം എക്സാം എന്ന് കേൾക്കുമ്പോൾ അത്യാവശ്യം പേടിയൊക്കെ എനിക്കുണ്ട്. പക്ഷേ അന്നത്തെ ആ 3 ദിവസത്തെ എക്സാമിന് എനിക്ക് ഒരു പേടിയില്ല. ഞാൻ അവിടെ ചെന്നു, എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഞാനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികമൊന്നും വായിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിൽ ആരോ ഉറപ്പിച്ച് വെക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എല്ലാ ദിവസവും അപ്പം അന്ന് ഞാനൊരു അടയാളം പറഞ്ഞു, എനിക്ക് കിട്ടുന്ന റൂംമേറ്റ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളായിരിക്കണം. അത് ഞാൻ അന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഞാൻ അവിടെ ചെന്നു, അതുപോലെ തന്നെ ഉടമ്പടി എടുത്തൊരു കുട്ടിയാണ് എനിക്ക് റൂംമേറ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ വീണ്ടും എനിക്ക് ധൈര്യം കൂടി. എക്സാമിൻ്റെ അന്ന് ഞാൻ പോയി, എക്സാം ഭയങ്കര കൂളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കൂടെയുള്ള എല്ലാവരും ഓരോരോ ആൻസറും എല്ലാം പറയുമ്പോൾ എനിക്കതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ നേരമില്ല. ഞാൻ നന്ദി പറഞ്ഞിട്ടിരിക്കുക. കാരണം എനിക്കറിയില്ല ഞാൻ ഇത്ര കൂളായിട്ട് ഈ പരീക്ഷ എങ്ങനെ എഴുതിയെന്നുള്ളത്. എക്സാം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ 2-3 പേരുണ്ട്. അവർക്ക് കൃപാസനത്തിൽ വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അവിടെയും ഞാൻ പോയിട്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പത്രം കൊടുക്കും, അവരോട് പറയും ഞാൻ ഈ എക്സാമിന് ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുൻപേ ഇന്ന് ഇവിടെ വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ അമ്മ വഴി തന്നെയാണ്, അമ്മയാണ് എനിക്ക് അത്രയും വിശ്വാസം തന്നത്. അപ്പോൾ ഈ സഹനങ്ങളാണ് എനിക്ക് ഇത്രയും വിശ്വാസം തന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രയും തവണ ഞാൻ തോറ്റപ്പോഴും ഒരു തവണ പോലും ഉടമ്പടീനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്നോട് പറയുവാണ്, നീ ഉടമ്പടി എടുത്തിട്ടും നിനക്ക് കിട്ടിയില്ല എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അവരോടൊരു ചെറിയ ദേഷ്യം തോന്നും. കാരണം അവരെൻ്റെ അമ്മേനെ കുറ്റം പറയുന്ന പോലെ എനിക്ക് തോന്നും. അപ്പം ഞാൻ അമ്മയുടെ അടുത്തും പറയാം, അമ്മേ ഇവരെന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് എന്ത് മറുപടി ഞാൻ കൊടുക്കും? എന്തിനാണ് എന്നെ ഇത്രയും തോൽപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയത്, ഇത്രയും തോൽവികൾ വന്നപ്പോൾ ഞാനൊരു ബേസിക് ലെവലിൽ നിന്ന് എൻ്റെ വിശ്വാസം അതങ്ങോട്ടും ആഴപ്പെട്ടു. എത്രയൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ഞാൻ കരകയറി പോരും, എന്നെ കരകയറ്റി കൊണ്ടുവരാൻ ആളുണ്ട് എന്നൊരു ധൈര്യം എനിക്ക് വന്നു. അപ്പോൾ ഈ പരീക്ഷയുടെ റിസൾട്ടിന് മുൻപ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് എൻ്റെ മമ്മി വിളിച്ചപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, മമ്മി ഞാൻ ഈ എക്സാം പാസ്സാവും, എന്നെ അമ്മ പാസ്സാക്കിക്കും. കാരണം ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവല്ല, അത് അമ്മയുടെ കഴിവാണ്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. ജാനുവരി 22-ന് ശേഷം റിസൾട്ട് വരുമെന്ന് പറഞ്ഞത് ഡിസംബർ 14-15 ആയപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതും പരിശുദ്ധ അമ്മ എന്നെ എടുത്തുയർത്തി. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ എൻ്റെ എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിലും പരിശുദ്ധ അമ്മയുടെ കൃത്യമായിട്ടുള്ള അടയാളമുണ്ട്. എനിക്ക് ഇത് തന്നത് ഞാനാണ് ഈ ഷോയിൽ നിന്നും ഇത് വാങ്ങി തന്നത് എന്ന് ആർക്കും തർക്കിച്ച് ചെയ്യിക്കാൻ പറ്റാത്ത വിധം അമ്മ അതിനുള്ള അടയാളം എനിക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ്, എനിക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വിസ വേണം. വീണ്ടും എനിക്കൊരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതണമായിരുന്നു, PTE.
അത് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം എഴുതി കിട്ടിയില്ല, രണ്ടാമത് എഴുതി റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, മൂന്നാമത് എഴുതി കിട്ടിയില്ല. അന്നേരം വിഷമായി. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇനി ഒരു പരീക്ഷ എഴുതാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. എന്തുകൊണ്ടാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് തന്നെ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആകെ തളർന്നു, എനിക്കിനി പോകാൻ വയ്യ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നമുക്കൊന്ന് റീവാലുവേഷന് കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട, വെറുതെ പൈസ കളയുന്ന ഒരു കാര്യമാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അടുത്ത ഡേറ്റിന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടിരുന്നു. ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ വരുമ്പോൾ വെബ്സൈറ്റ് ക്ലോസ് ആയി പോകും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. 3 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. അപ്പോൾ എനിക്ക് 4ാമത് എനിക്ക് ദേഷ്യം വന്നു. കാരണം റിസൾട്ട് വന്ന് ഫെയിലായിട്ടിരിക്കണതിൻ്റെ വിഷമം. അതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഡേറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ലാപ്ടോപ്പ് വഴി ചെയ്തു നോക്ക്, പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി. അതിനകത്തും സെയിം, എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് എൻ്റെ കണ്ണിൽ പെട്ടു. അതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആളോടൊന്നും ചോദിക്കാതെ ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. വിത്തിൻ 2 റിങ്സ് അവർ കോൾ അറ്റൻഡ് ചെയ്തു. അവരെന്നോട് പേയ്മെൻറ്റിനെ പറ്റി അവർ സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ആണ് അവർ പറയുന്നത്, നീ വേറൊരു ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് റീവാലുവേഷന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അമ്മയാണ് അത് എന്നെ ബ്ലോക്ക് ചെയ്യിച്ചത് റീവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും കൊടുക്കുമ്പോഴും എനിക്ക് വിശ്വാസമില്ല. അവരും എന്നോട് പറഞ്ഞു, കാരണം ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, നിനക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം സ്കോർ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഹ്യൂമൻ ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്കോർ കുറയാനാണ് ചാൻസ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, സാരമില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചു കൊടുത്തു. ആ സമയം തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. എനിക്ക് അധികം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന സമയം ജപമാല ചൊല്ലും. പിന്നെ ഞാനും അമ്മയും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ. എപ്പോഴും ഞാനിങ്ങനെ സംസാരിച്ചിട്ടിരിക്കും. അത് ചിലപ്പോൾ ഞാൻ തനിയെ വർത്തമാനം പറയുന്ന പോലെ എല്ലാവർക്കും തോന്നും. പക്ഷേ എങ്കിലും ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മേ എന്താ ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിയതിന് നന്ദി പറയും, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കാവലിരിക്കണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടിരിക്കും. അപ്പോൾ അന്നത്തെ 2ാമത്തെ ദിവസം റീവാലുവേഷന് കൊടുത്ത് 2ാമത്തെ ദിവസം രാത്രി ഒരു 12:15 ആയപ്പോൾ ഭയങ്കര മാനസിക വിഷമത്തിലിരിക്കുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത്രയും സഹനങ്ങളായില്ലേ, ഇനിയും ഞാൻ എന്തുമാത്രം സഹിക്കണം, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി, ഇനി ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇനിയും ഞാൻ സഹിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേയധികം കരഞ്ഞ്. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നീ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഈ കണ്ണീരടക്കം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് ഞാനിങ്ങനെ തറപ്പിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ച് ബൈബിള് വായിച്ച് ഞാൻ എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ½ ആൻ അവറിൻ്റെ ഉള്ളിൽ എനിക്കൊരു റിസൾട്ട് വന്ന് കിടക്കുകയാണ്. അതെൻ്റെ ഞാൻ എഴുതിയ PTEയുടെ റിസൾട്ടാണ്. എനിക്ക് വേണ്ടിയ കറക്റ്റ് സ്കോർ, എനിക്ക് വേണ്ടത് 60 എനിക്ക് 63 തന്നു. അത് അമ്മ തന്നെ തന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ എല്ലാ ഘട്ടത്തിലും അമ്മയുടെ കയ്യൊപ്പ് വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. കാരണം അതെൻ്റെ വിശ്വാസം പോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് നിന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കിയവരുടെ വിശ്വാസം കൂടെ വർദ്ധിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് അമ്മ തന്ന അടയാളമാണെന്ന് എനിക്കറിയാം. അന്നത്തെ ആ റിസൾട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു വചനം ആരോ എനിക്ക് എറിഞ്ഞിട്ട് തരുന്ന പോലെ എനിക്ക് തോന്നി, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ അരുത്. ഇത് ഞാനായിട്ട് പറഞ്ഞ വചനമല്ല, ഞാനായിട്ട് തേടി പിടിച്ചെടുത്ത വചനമല്ല, അത് എനിക്ക് ഇങ്ങോട്ടേക്ക് ആരോ എറിഞ്ഞു തന്ന വചനമാണ്. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞിട്ടാണ് ആ ഒരു ജേണിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഈ റിസൾട്ടിൻ്റെ കാര്യം ഇവിടെ ഈ അൾത്താരയിൽ വന്നിട്ടേ ഞാൻ ആരോടും പറയൂ, ഞാൻ വേറെ ആരോടും ഈ ഒരു കാര്യം പറയില്ല. പക്ഷേ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു, എൻ്റെ മമ്മി കൂടെ ഉണ്ടായിരുന്നു. മമ്മീനോടൊന്നും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു മിറാക്കിൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് ഞാൻ മമ്മീയുടെ അടുത്ത് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ സഹനങ്ങൾ, എൻ്റെ വിശ്വാസം അത്രയ്ക്കും എന്നെ ആഴപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അത്ര അറിയില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു ഫാമിലീനെ ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ്. ഫിസിക്കലി വയ്യാതിരിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും 3 പിള്ളേരും ഉള്ളൊരു ഫാമിലി. അവർ എല്ലാ മാസവും ഞാനൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുവാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയി ഓസ്ട്രേലിയയിൽ കൊടുത്തവർക്ക് ഞാൻ കൊടുക്കാറില്ല, വേണ്ടാന്ന് പറയുന്നവർക്കും ഞാൻ കൊടുക്കാറില്ല. കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ
അവർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കൊടുക്കാറുള്ളൂ. അതിൻ്റെ കൂടെ കാശ് രൂപം കൂടെ ഞാൻ കൊടുക്കാറുണ്ട് അവർക്ക്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും വാങ്ങി തന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. പ്രഭാഷകൻ്റെ 11-12 തിരുവചനങ്ങൾ. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നീതു എന്ന മകൾ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും വേണ്ടി മാത്രമാണ് ഓസ്ട്രേലിയയിൽ നിന്നും ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ ഇന്ന് കൃപാസനത്തിലേക്ക് വന്നിരിക്കുന്നത്. നീതുവിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും അഭിഷേകവും ലഭിച്ചതിൻ്റെ ഒരു അക്കൗണ്ട് ഇന്ന് ഈശോയുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു. 2019 മുതൽ ഉടമ്പടിയെടുത്ത നിമിഷം മുതൽ നീതു ഒരിക്കലും ഉടമ്പടിയെ തള്ളി പറയാതെ, ഒരിക്കലും ഈശോയെ സംശയിക്കാതെ, ഈശോയുടെ വചനങ്ങളെയോ ഈശോയുടെ സ്നേഹത്തെയോ ഉടമ്പടിയിലുള്ള ആ വാഗ്ദാനത്തെയോ തള്ളിപ്പറയാതെ സംശയിക്കാതെ സ്നേഹത്തോടുകൂടി ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ഒരു വരം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ്. കൃത്യമായും നീതു അത് എക്സ്പ്രസ് ചെയ്യുകയായിരുന്നു. എനിക്ക് എൻ്റെ രജിസ്റ്റേർഡ് നേഴ്സാവാനുള്ള കടമ്പ കടന്നതെല്ലാം, OET പാസ്സായതായാലും IQN തിയറി പാസ്സായതായെല്ലാം അത് ഈശോ തന്നെ നേരിട്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ കൈവെപ്പ് മൂലം മാത്രമാണ് ലഭിച്ചതെന്നുള്ള ഒരു വലിയ ഉറപ്പ്. കാരണം അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അതെനിക്ക് ഈശോയുടെ കൃപയാൽ ലഭിച്ചതാണെന്നും ഈശോയുടെ അമ്മയോടും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ള ഒരു വലിയ അനുഗ്രഹവും അഭിഷേകവും അവൾക്ക് ലഭിച്ചിരിക്കുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യമായി അത് സജ്ജമാക്കി കൊടുക്കുകയും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ഈ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, കാണാത്തതിനെ കാണുമെന്നു എന്നുള്ള വലിയ വിശ്വാസം, അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഈശോയുടെ അടയാളങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്നെല്ലാം ഉറച്ച് വിശ്വസിക്കാനും താൻ ആഗ്രഹിച്ച ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കലിനെയെല്ലാം ഉത്തരം നൽകാൻ മാത്രം, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ മാത്രമുള്ള ഒരു ജീവിത പദ്ധതിയിലേക്ക്, പ്രക്രിയയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഈ മകൾക്ക് സാധിച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ മോഡൽ ലൈഫ് ഇന്ന് നീതുവിനെ ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ടി വന്നപ്പോഴും കുരിശിൽ ഈശോ തൂങ്ങി കിടക്കേണ്ടി വന്നപ്പോഴും ഇതാണോ രക്ഷ എന്ന് അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല. അങ്ങനെ ശക്തമായ ഒരു വിശ്വാസത്തിൽ വളരുവാനും മുന്നോട്ട് നടക്കുവാനും ഉള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ന് നീതുവിന് ലഭിച്ചിരിക്കുന്നത്. ഞാൻ നിൻ്റെ കൂടെയുണ്ടല്ലോ എന്നാണ് ഇന്നത്തെ ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ ദൈവം പിതാവ് ധൂർത്തുപുത്രൻ്റെ പിതാവ് മൂത്ത മകനോട് പറയുന്നത്, പരാതി പറയുമ്പോഴെല്ലാം ഞാൻ നിൻ്റെ കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു വലിയ ആശ്വാസവാക്കാണ് മകനോട് പറയുന്നത്. അതുപോലെ ഈശോ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വലിയ ആശ്വാസമാണ് നമുക്ക് ഉടമ്പടിയിലുള്ളത്. നീതു വളരെ പ്രതിജ്ഞാബദ്ധയായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ആദ്യമായി ഈശോയോടും പരിശുദ്ധ അമ്മയോടാണ് തൻ്റെ വലിയ വിജയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ വിസ പ്രോസസ്സിങ് തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെയും, പ്രവാസികളായി കഴിയുന്ന അവരുടെ കഷ്ടപ്പാടുകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നടക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പിന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അമ്മയുടെ പുണ്യസ്ഥലമായ ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും അനുഗ്രഹിച്ചതിനും ഞാൻ നന്ദി ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തെ സ്നേഹത്തോടും ഞങ്ങളെ സംരക്ഷിച്ചതിനും ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നതിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ഹരീന്ദ്രകുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പേയാട് ആണ് താമസം. ഇതെൻ്റെ ഭാര്യയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് 3 വർഷം മുമ്പേ. അവൾ 3 പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഭാര്യ ഉടമ്പെടുത്തിയെങ്കിലും ഞങ്ങൾ കുടുംബസമേതം ഭാര്യയോടൊപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വിശുദ്ധ തൈലവും ഉപ്പും സേവിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 12 വർഷമായി, ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഞാൻ 12 വർഷമായി മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രൊമോഷനായിട്ട് എന്നെ അവിടെ തന്നെ വീണ്ടും ഒരു പോസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ടായിരുന്നിട്ടും എന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ പോസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് അടുത്ത പ്രൊമോഷനായപ്പോൾ എന്നെ വീണ്ടും നേരെ കാസർഗോഡ് ജില്ലയിലേക്കാണ്, സീതാങ്കോളിയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും തിരുവനന്തപുരം ജില്ലയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോയപ്പോൾ ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ അമ്മയോട് പറയായിരുന്നെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലൈറ്റ് കേന്ദ്ര പ്രാർത്ഥന അമ്മയോട് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടുകയായിരുന്നു. ഇട്ട സമയത്ത് വൈഫ് പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ ലൈറ്റ് ക്യാൻഡിലല്ല ഇടേണ്ടത്, അമ്മ പറയുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാനാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം ഉടമ്പടി എടുത്താൽ മതി എന്നതാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഈ തിരുവനന്തപുരത്തേക്ക് എൻ്റെ നാട്ടിലത്തേക്കൊരു ട്രാൻസ്ഫറിനും കൂടെ ഞാൻ വച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും പ്രാർത്ഥിക്കുമായിരുന്നു. വൈഫും മക്കളും പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റ് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നോർമലി എനിക്ക് തരേണ്ടതാണ്, കാരണം വെച്ചാൽ ഇത്രയും കാലം ഞാൻ അന്യ ജില്ലകളിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ്, ഞാൻ ഇത്രയും കാലം വെളിയിലാണ് വർക്ക് ചെയ്തത്, അപ്പോൾ എനിക്ക് കിട്ടേണ്ടതാണ്, അമ്മ എനിക്ക് അനുയോജ്യമായ രീതിയിൽ ചെയ്തു തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാശിരൂപം വെച്ച് വൈഫിൻ്റെ ആയാലും കാശിരൂപം വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അല്ലാത്തപ്പോൾ കാസർഗോഡ് നിന്നും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം തന്നെ കരട് രൂപം വന്നായിരുന്നു. കരട് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് അമ്മ തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് തന്ന് അപ്പോൾ ഞാൻ ആ സമയമായപ്പോഴേക്കും എനിക്കിവിടെ അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഞാൻ 2024 ഡിസംബർ 14 ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈനല്ല, ഇവിടെ വന്ന് ഞാൻ നേരിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാനിവിടെ ട്രാൻസ്ഫറിന് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് അമ്മ എനിക്ക് തന്നു, നന്ദിയുണ്ടമ്മ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കിനി വീട്ടിൽ നിന്ന് എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു വാഹനം വേണം. അപ്പോൾ ഞാൻ ഇത്രയും കാലം വാഹനം എടുക്കുമ്പോൾ ഒക്കെ എല്ലാം അബദ്ധത്തിലാണ് പോകുന്നത്. അപ്പോൾ അമ്മ എനിക്കൊരു വാഹനം മേടിച്ച് തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ ഒരു വാഹനം വാങ്ങിത്തന്നു. വാഹനം വാങ്ങിയെന്ന് വെച്ചാൽ അത് ഭയങ്കര അതിശയമായിപ്പോയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉടനെയൊക്കെ വാങ്ങാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വീണ്ടും ഒരു വാഹനം എനിക്ക് വാങ്ങാൻ സാധിച്ചു. അങ്ങനെ ഒരു വാഹനം വാങ്ങാൻ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് 2 വാഹനം തന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ജോലിക്ക് പോയി ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ തന്നില്ല. അതുമാത്രമല്ല, ഞാൻ ചോദിക്കാത്ത ഒരു ജില്ലയിലാണ് തന്നത്. അത് വേറെ എവിടെ തന്നെയല്ല, ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ. അത് എനിക്ക് അമ്മയുടെ കൺവെട്ടത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് അമ്മ എനിക്ക് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് പോസ്റ്റിംഗ് തന്നത്. ഞാനൊരു വിഷമവും അമ്മയോട് പറഞ്ഞില്ല. അപ്പോഴേക്കും ഞാൻ ഈ കാശിരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ വൈഫ് അമ്മയോട് പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ, അമ്മേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കും ഹസ്ബൻഡിനും മക്കൾക്കുമായിട്ട് ഒരുമിച്ച് രാവിലെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം തരണമെന്ന്. അപ്പോൾ ഞാൻ ഈ ചെങ്ങന്നൂർ ജോലി കിട്ടിയെങ്കിലും അതിരാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റ് 5 മണിക്കുള്ളിൽ ട്രെയിനിൽ കയറി ഇവിടെ 9:30 ചെങ്ങന്നൂർ വരും. തിരിച്ചു വിടുന്ന 5:10 കഴിഞ്ഞ് ഇറങ്ങി പിന്നെ വന്ന് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 11 മണിയാവും. അപ്പോൾ എനിക്കൊരു ദിവസം 4 മണിക്കൂറിനകത്ത് ഉറങ്ങാനൊക്കെ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു വലിയ കാര്യം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ട്രാൻസ്ഫറിൽ നോക്കാം. അപ്പോൾ ഇനിയൊന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കാശിരൂപം കയ്യിൽ എപ്പോഴും പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ വളരെ അമ്മ ഇതിൽ വലിയ നല്ല രീതിയിൽ ഇടപെട്ടു എന്ന് തന്നെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അത് വേക്കൻസിയും വരത്തില്ല. തിരുവനന്തപുരത്ത് ഭയങ്കര ടൈറ്റാണ്. രാഷ്ട്രീയപരമായിട്ടും എല്ലാം നല്ല ഹോൾഡുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 5 മാസം കൊണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായപ്പോൾ എനിക്ക് അമ്മ, ഞാൻ പോലും അറിഞ്ഞില്ല, ഞാൻ ഇതിനെക്കുറിച്ച് മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മ തിരുവനന്തപുരത്തേക്ക് ആദ്യം തന്ന സ്ഥലത്ത് തന്നെ എനിക്ക് പോസ്റ്റിംഗ് തന്നു. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, അമ്മ പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ എന്നാണ്. അപ്പോൾ അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് തന്നു. അതിന് അമ്മയോടും ഞാൻ ഈശോയോടും നന്ദി പറയുന്നു. ഞാൻ ഇനി മറ്റന്നെയാണ് അത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു 2 വർഷമായി കണ്ണിന് ഭയങ്കരമായ ഒരു അസ്വസ്ഥതയും നീറ്റലും ഉണ്ടായിരുന്നു. നീറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു 5 മിനിറ്റ് ബുക്ക് നോക്കാനോ അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് നോക്കാനോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേറെ ഏതൊരു ഒബ്ജക്റ്റിൽ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണിന് ഭയങ്കര അസ്വസ്ഥതയും നീറ്റലും ഒരു കഴപ്പും പോലെയൊക്കെ ആയിരുന്നു. കണ്ണിന് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈ കാസർഗോഡ് നടന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞങ്ങളുടെ ഇവിടെ വെച്ചൊരു പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും ഞങ്ങൾക്ക് വേണ്ടി നിയോഗം വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സ്ഥിരം പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ ചേച്ചി.
അപ്പോൾ ഞാൻ ഇത് ഒന്ന് ആദ്യം നമ്മൾ അമ്മയോട് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഡോക്ടറെ ആദ്യം കണ്ടു. തിരുവനന്തപുരത്ത് തന്നെ നല്ല ഫേമസ് ആയ ഒരു ഡോക്ടറെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ട് അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ ഡ്രൈനസ് ആവുന്നതാണ് കണ്ണിന്, അതിന് ആജീവനാന്തം ഈ കണ്ണിൽ ഒരു മരുന്ന് തന്നു, തുള്ളി മരുന്ന്, ഇത് നിങ്ങൾ ലൈഫ് ലോങ് യൂസ് ചെയ്യണം, അതേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് കുറേ കാലം ഈ മരുന്ന് യൂസ് ചെയ്തു, എന്നിട്ട് എനിക്കൊരു രക്ഷയില്ല. വളരെ പാടായിരുന്നു. വളരെ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. ഞാൻ അന്ന് രണ്ടാമത് വേറെ ഒരു ഡോക്ടറെ കണ്ടു. അതും നല്ലൊരു ഫേമസ് ഡോക്ടറിനെയാണ് തിരുവനന്തപുരത്ത്. കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൻ്റെ സൈഡിലുള്ള ഞരമ്പ് ചുരുങ്ങുന്നതാണ്, അപ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല, നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മതി. നിങ്ങൾ കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, തീരെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിയാവും. അപ്പോൾ ഇനി അഥവാ ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾ വരുമ്പോൾ ബ്ലഡ് പരിശോധിക്കുക, തൈറോയ്ഡ് ഉണ്ടാകുന്ന നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടും എനിക്ക് വലിയൊരു തൃപ്തി കിട്ടിയില്ല. ഞാൻ അടുത്ത മൂന്നാമത് വേറൊരു നല്ലൊരു ഹോസ്പിറ്റലിലായിട്ട് വീണ്ടും പോയി ആ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ നല്ല രീതിയിൽ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു കുരു ഇരിക്കുന്നുണ്ട്, അതൊരു പിന്നെ ചിലപ്പോൾ നീരിൻ്റെ വില ആയിരിക്കും. അപ്പോൾ അവർ കുറേ ഓയിൽമെൻറ്റും തുള്ളിമരുന്നും ഒക്കെ തന്നിട്ട് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി അങ്ങനെ 3 നേരവും പുരട്ടാനും തുള്ളിമരുന്ന് ഒഴിക്കാനും പറഞ്ഞു. എന്നിട്ട് കണ്ണിന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കാനും പറഞ്ഞു. അപ്പോൾ ഞാനിത് കൊണ്ടൊന്ന് ട്രൈ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടാ ഇതിനെക്കാട്ടി നല്ല ഒരു ഔഷധം നമ്മുടെ കയ്യിലിരിക്കുകയില്ലാണ്, ചേട്ടൻ അത് ഉപയോഗിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പരിശുദ്ധ തൈലം ഞാൻ എൻ്റെ കണ്ണിൽ 2 കണ്ണിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. വിത്തിൻ 1 മന്തിനകത്തേന് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും പോയി. ഇപ്പോൾ എനിക്ക് സുഖമാണ് കണ്ണിന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലി ചെയ്യണതിനും എല്ലാത്തിനും ഭയങ്കര സാധിച്ചു. നല്ല ഊർജ്ജസ്വലമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ കണ്ണിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഞാൻ ഒന്നിലും ഇറങ്ങി തിരിക്കത്തില്ലായിരുന്നു. മടിക്കില്ല, ഒന്നിലും എനിക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അമ്മ അങ്ങനെ ആ ഒരു രോഗസൗഖ്യം തന്നു. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ തന്ന അമ്മയ്ക്കും ദേവകുമാരനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതെൻ്റെ വൈഫാണ്. ഇനി വൈഫിന് 2 വാക്ക് പറയാനുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മെയിനായിട്ട് പത്രം വാങ്ങിക്കുന്നു. വൈഫും ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും വൈഫിനെ സഹായിക്കുമായിരുന്നു, പത്രം കൊടുക്കുകയായിരുന്നു. ഈ പത്രം ഞാൻ ഇവിടെ എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പത്രം കിട്ടി അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അടുത്ത ഉടമ്പടിക്ക് വരുമ്പോൾ തമിഴ് പത്രം വാങ്ങി ഞാൻ കന്യാകുമാരി ജില്ലയിലെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞ് കന്നഡ പത്രം വാങ്ങി ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി കുമ്പള അവിടെയെല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലും അതുപോലെ തന്നെ കവലയിലെല്ലാം കൊടുക്കും, എല്ലായിടത്തും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരോടും ഈ കൃപാസനത്തിൻ്റെ എല്ലാം പറയും. ഞങ്ങൾ വഴി അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, അവർക്കൊക്കെ അനുഗ്രഹവും ലഭിച്ചു, അവർ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തു തന്ന അമ്മയ്ക്കും ദേവകുമാരനും നന്ദി അറിയുന്നു. കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ജനറൽ ഹോസ്പിറ്റലുണ്ട് അവിടെ തിരുവനന്തപുരത്ത്. ജനറൽ ഹോസ്പിറ്റലിൽ 9ാം വാർഡ് എന്ന് പറഞ്ഞ വാർഡിൽ കുറേ വയ്യാത്ത ആൾക്കാരും ആരും അനാഥരുമാണ്. അപ്പോൾ അവിടെ ഒരു സൂപ്രണ്ട് മേഡം ഉണ്ട്, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൂപ്രണ്ടത് ചോദിക്കും എന്താണ് അവിടെ ആവശ്യമുള്ളത്. കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാവരും കൊണ്ടുകൊടുത്തും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർക്ക് വേണ്ട വസ്ത്രം, ആഹാരം, ചിലപ്പോൾ ചായപ്പൊടി ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെല്ലാം ഞാനും വൈഫും കൂടെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മെയിൻ കാരണം എടുത്തെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്, ഞാൻ അവരെ ഒരുപാട് സഹായിക്കാനുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇല്ലാത്ത ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതൊരു പ്രേക്ഷിത വേലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെല്ലാം അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുവാനും എന്നുകൂടി 1000 നന്ദി പറയുന്നു. തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ കാലമായിട്ട് ശ്രമിക്കുകയായിരുന്നു, പക്ഷെ നടന്നിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്ററിൻ്റെ PAയിൽ ഒരാൾ എൻ്റെ കോളേജ് മേറ്റായിരുന്നു. അവനോട് പോയി കണ്ടിട്ട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി താ, ചേട്ടൻ 12 വർഷമായിട്ട് മലപ്പുറത്താണ്, അവൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ സെക്രട്ടേറിയറ്റിലൊക്കെ കുറേ ദിവസം കയറി ഇറങ്ങി. നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ BSFൽ പുള്ളി ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ഇനാഗുറൽ ഫംഗ്ഷന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ വന്നപ്പോൾ പുള്ളി നേരിട്ട് ലെറ്റർ കൊടുത്തതാണ്, എന്നിട്ടും നടന്നില്ല. അങ്ങനെ ഇരിക്കാതെ കാസർഗോഡേക്ക് പോയി. പുള്ളി ആകെ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ക്ലാസ് എടുക്കാൻ പറ്റണില്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേട്ടാ ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ നമുക്ക് പ്രാർത്ഥിക്കാം, മാതാവിനോട് വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ഹരിയേട്ടൻ ലൈറ്റ് ക്യാൻഡിൽ ഇടാനായിട്ട് മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് ഉടമ്പടി തിരികൾ 2ഉം കത്തിച്ച് വെച്ച് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യത്തെ കേട്ടിട്ടുണ്ട്, കാശുരൂപം കയ്യിലിരുന്ന് ഇങ്ങനെ പിടയ്ക്കുന്നു അമ്മ പറഞ്ഞു എന്നൊക്കെ. പക്ഷെ ഞാനത് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്തത് അന്നാണ്. എൻ്റെ കയ്യിൽ ഞാൻ കൈ തുറന്നാൽ കാശുരൂപം വെളിയിൽ തെറിച്ചു പോകും, ആ രീതിയിൽ എൻ്റെ കയ്യിലിരുന്ന് ഇങ്ങനെ കാശുരൂപം പിടയ്ക്കുന്നുണ്ടായിരുന്നു. മാതാവ് എന്നോട് പറഞ്ഞു ലൈറ്റ് ക്യാൻഡിലല്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിയേട്ട അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ, അതുകൊണ്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ആവ്,
അങ്ങനെ ഓൺലൈൻ ലൈറ്റ് ക്യാൻഡിൽ നിന്ന് എക്സിറ്റായി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആഫ്റ്റർ 1 month ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് അരിയേട്ടൻ്റെ കണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായതും. കാരണം മരുന്ന് ഉപയോഗിച്ചിട്ടൊന്നും ശരിയാകാറുണ്ട്. ഞാൻ അവൻ്റെ മരുന്നൊന്നും വേണ്ട, രണ്ടാമത് റിവ്യൂവിനൊന്നും ഞങ്ങൾ പോയില്ല, മരുന്നെല്ലാം മാറ്റി വെച്ചിട്ട് അമ്മയുടെ ഉടമ്പടി തൈലാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 1 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റൂല, എപ്പോഴും കണ്ണ് നീറ്റലാണ്, കണ്ണടച്ചാലും തുറന്നിരുന്നാലും ഒക്കെ നീറ്റലായിരുന്നു. അമ്മയാണ് ഇടപെട്ട് അതെല്ലാം ശരിയാക്കിയത്. അതുപോലെ ട്രാൻസ്ഫറിൻ്റെ കേസ് ഇപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഹരിയേട്ടൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചറാണെന്ന് പറഞ്ഞാൽ സാറേ സാറിന് ട്രാൻസ്ഫറായി തിരുവനന്തപുരത്തേക്ക് എങ്ങനെയത് സാധിച്ചതെന്ന്. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു അത് വേറെ ആരുമല്ല ടീച്ചറെ, എൻ്റെ കൃപാസന അമ്മയാണത് ശരിയാക്കി തന്നതെന്ന്. അപ്പോൾ ആ ടീച്ചർ ഇവിടെ വന്നിട്ട് ഇനി ഉടമ്പടി എടുക്കാനൊക്കെ ഇരിക്കുകയാണ്. ഹരിയേട്ടൻ പത്രം കൊണ്ടുപോയി ആദ്യം കൊളീഗ്സിനാണ് കൊടുക്കുന്നത്. അതിൽ മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാവർക്കും കൊടുക്കും. പിന്നെ ക്ലാസ്സിലെ കുട്ടികളോട്, വയ്യാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും കാശ് രൂപം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവരോട് പാരൻസിനോടും ഒക്കെ പറയും, ആ മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരാനിരിക്കുകയാണ് കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഹരിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകണം വീട്ടിൽ. ഞാനും എൻ്റെ മക്കളും അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു. ഇത്രയും വർഷമായിട്ട് മാറിയിട്ടാണ് നിൽക്കണത്. ഭക്ഷണം ഒന്നും ശരിയാകില്ല, ഒക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് കുടുംബ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ഇത്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, കുടുംബ പ്രാർത്ഥനയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കുടുംബനാഥം വീട്ടിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം. അമ്മയ്ക്ക് അത് ആഗ്രഹമുണ്ടോ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്നിച്ച് ചൊല്ലണമെന്ന്? എന്നാൽ അമ്മ ഇത് ചെയ്തു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ചെങ്ങന്നൂരോട്ട് കിട്ടിയത്. ചെങ്ങന്നൂർ കിട്ടിയപ്പോൾ നമ്മൾ അമ്മയോട് ഒരു പരാതിയും പറഞ്ഞില്ല. നമ്മൾ ഉചിതമായതായിരിക്കും അമ്മ ചെയ്തതെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് കഴിക്കും, 3:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, എല്ലാം ചെയ്ത് 5:30 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 6 മണിക്കുള്ള ട്രെയിനിൽ ഹരിയേട്ടൻ പോകും. തിരിച്ച് വൈകുന്നേരം എത്തുമ്പോൾ രാത്രി 11 മണിയാകും, 10-11 മണിയാകും. പിന്നെ വന്നിട്ടാണ് കുളിച്ച് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കിടക്കുമ്പോൾ ഒരു സമയമാകും. വീണ്ടും രാവിലെ 4 മണിക്ക് പുള്ളിക്ക് കഴിക്കണം. അപ്പോൾ ഉറക്കം കുറവാണ്, എന്നാലും ക്ലാസ് എടുക്കും, പിള്ളേർക്ക് ക്ലാസ് പ്രിപ്പയർ ചെയ്യണം. അതൊക്കെ രാത്രി വന്നിട്ടാണ് ചെയ്യണത്. ക്ലാസ്സിൽ ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കണം. അതിനിടയിൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു 3-4 ദിവസത്തേക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സും കൂടി പഠിപ്പിക്കണമായിരുന്നു. ആകെ ഭയങ്കര ടൈറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ വേറെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയും ചെയ്തു. ഹരിയേട്ടന് ട്രാൻസ്ഫറും കിട്ടി. എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമേ മാതാവിനോട് പറഞ്ഞിരുന്നു, ട്രാൻസ്ഫർ കിട്ടിയാൽ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ മക്കളും, എനിക്ക് 2 ആൺമക്കളാണ്, അവർ 2 പേരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 3 വർഷമായിട്ട് ഉടമ്പടിയിലാണ്. ഞാൻ 3 സാക്ഷി നേരത്തെ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ജോയേൽ 2:23 ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. ഹരീന്ദ്രകുമാർ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും നന്ദി നിറഞ്ഞ മനസ്സോടെ ഉടമ്പടി മാതാവിൽ ആശ്രയിച്ച് സമർപ്പിക്കുന്ന ഏതൊരു നിയോഗത്തിനും അമ്മ മാതാവ് യഥാകാലം ഉത്തരം നൽകി ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ശുഭകരമായി ജീവിതം നയിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യുമെന്ന് വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ആദ്യം സഹോദരിയാണ് ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങിയത്. പക്ഷെ 2 പേരും കൂടിയാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് സന്തോഷത്തോടെ ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത്. ഒരു കുടുംബം എങ്ങനെ പരിശുദ്ധമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുന്നു എന്നതിന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് കുടുംബത്തിലെ 4 പേരും ഉടമ്പടി എടുത്തവരാണ്. 4 പേരും പരിശുദ്ധമയോടൊപ്പം ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും പരാതികളില്ലാതെ ദൈവം നന്മയ്ക്ക് വേണ്ടി എല്ലാം പരിണമിപ്പിക്കുമെന്ന പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ
കൃപ കിട്ടിയവരാണ്. അതാണ് രണ്ടുപേരും വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത്. 12 വർഷമായി മലപ്പുറത്ത് ജോലി, അത് നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുമ്പോൾ വീണ്ടും കാസർഗോഡേക്ക് സ്ഥലം മാറ്റം, വീണ്ടും സാധിക്കാവുന്നതുപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ശുപാർശ ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരുവാൻ വേണ്ടി നോക്കിയിട്ടും യാതൊരു തരത്തിലും ഒരു ഓപ്പണിംഗ് ആവാതെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് കൂടിയും ആ മെയിൻ ലിസ്റ്റ് ട്രാൻസ്ഫർ ലിസ്റ്റിൽ പേരുൾപ്പെടാതെ വീണ്ടും ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫറായിത്തീരുന്നു. ശരിക്കും പ്രാർത്ഥിച്ച നിയോഗങ്ങൾ അതുപോലെ അനുഗ്രഹിക്കപ്പെടുകയല്ല ചെയ്തത്, അല്പം ഭാരം കുറച്ച് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലേശങ്ങൾക്ക് കുറവ് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ അതിനെ പ്രത്യുത്തരിക്കുമെന്നത്. നമ്മൾ വീണ്ടും പരാതിയുള്ളവരാണോ, അതോ ദൈവത്തിന് ശരണപ്പെട്ട് നല്ല ദൈവം വിശ്വസ്തനായവൻ വാഗ്ദാനങ്ങൾ നൽകുവാൻ എന്നും തയ്യാറുള്ളവൻ അത് നമുക്ക് നൽകുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണോ? ഹരീന്ദ്രകുമാർ ഒരു വാചകം അവിടെ സൂചിപ്പിച്ചു, അമ്മ മാതാവിനെ കൂടുതൽ അറിയുവാൻ അമ്മയുടെ മണ്ണിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ അങ്ങനെയാണ് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ജോലി തുടങ്ങിയത്. അതിൻ്റെ ക്ലേശം മുഴുവനും ജീവിത പങ്കാളി സൂചിപ്പിച്ചു. ഇവിടുന്ന് ഏതാണ്ട് രാത്രി 10-11 മണിക്ക് വിട്ടു ചെല്ലുന്നു. വെളുപ്പിനെ 5 മണി 5:30 തിരികെ ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി പോരേണ്ടി വരുന്നു. പരിമിതമായ സമയം മാത്രം ആ വീടിനകത്ത് ഉള്ളൊരു സാഹചര്യം. എങ്കിലും ആ കുടുംബം ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു, കുടുംബം ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു, കുടുംബം ഒരുമിച്ച് യാതൊരു പരാതിയുമില്ലാതെ അമ്മയുടെ സംരക്ഷണയിൽ പൂർണ്ണമായി പ്രത്യാശിച്ചുകൊണ്ട് യഥാകാലം അമ്മ ഞങ്ങളുടെ ജീവിതത്തെ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളും മാറ്റി സുരക്ഷിതമാക്കുവാൻ സഹായിക്കുമെന്ന നല്ല വിശ്വാസത്തോടെ ജീവിതം നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം പങ്കുവയ്ക്കുന്നത്. സഹോദരി പറഞ്ഞുവത്, അമ്മ മാതാവ് ആഗ്രഹിക്കുന്നത് പോലെ ഇത് തീരുമാനമാക്കി തരണം. ഇപ്പോഴുള്ളതെല്ലാം ഭാരപ്പെട്ട ജോലികളാണ്, ഏറെ ഭാരങ്ങളുണ്ട്, എങ്കിലും പരാതികളില്ല. പ്രിയമുള്ളവരെ, കുരിശെടുത്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ആ കുരിശിനെ ഹൃദയത്തോട് ചേർത്ത് ചുംബിക്കുവാനുള്ള കൃപ നമുക്കുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ കഷ്ടതകളെയും വേദനകളിലും ആരോടും പരാതിയില്ലാതെ ദൈവം അറിഞ്ഞുതിരിക്ക് ലഭിച്ചുവെങ്കിൽ ദൈവത്തിൽ എടുത്തു മാറ്റുവാൻ നിസ്സാര നിമിഷം മതിയെന്ന് നമ്മോട് തന്നെ പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ദൈവത്തിന് ശരണപ്പെട്ട് ജീവിതത്തെ കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അമ്മ മാതാവ് ഈശോയിലൂടെ ജീവിത വിഷയങ്ങൾ വേഗത്തിൽ സുഗമമായി ചുരുക്കത്തിൽ പരിഹരിക്കുന്നത് കാണാം. കാരണം ഇതിപ്പോൾ ട്രാൻസ്ഫറിൻ്റെ സമയമല്ല. സാധാരണ മെയ് ജൂൺ മാസങ്ങളിലാണ് ട്രാൻസ്ഫറുകൾ നടക്കാറുള്ളത്. അക്കാഡമിക് ഇയർ തീരുന്ന നാളുകളിലാണ് സഹോദരന് അധ്യാപകനെന്ന രീതിയിൽ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അമ്മയുടെ സമയത്തിന് നമ്മുടെ സമയവുമായി ബന്ധമില്ല. നാം ഇപ്പോൾ ഇനി ഒന്നും നടക്കില്ല, അടുത്തൊരു ട്രാൻസ്ഫർ ലിസ്റ്റ് വരെ കാത്തിരിക്കാമെന്ന് സ്വയം പറയുമ്പോഴും അമ്മ മകനിലൂടെ വഴിയൊരുക്കി തന്ന് നമുക്കുള്ള ജീവിതത്തിൻ്റെ വഴികളെ സുനിശ്ചിതമാക്കും, സുഗമമാക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം പൂർണ്ണമായി ജീവിക്കുവാനുള്ളൊരു സന്മനസ് നാം പ്രദർശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 2:5 എന്നും നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. ഈശോ പറയുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറായാൽ, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ദുരന്തങ്ങളെ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത ഭാരങ്ങൾ, നമ്മുടെ ജീവിത വിഷയങ്ങൾ അതേറ്റെടുത്ത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ അമ്മയുടേതായി അമ്മ നിർവഹിച്ചു തരും. അതുകൊണ്ട് പ്രത്യാശയുടെ ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന കഥനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നഷ്ടത്തിൻ്റെയും ഏതൊരവസ്ഥയെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മകനോട് എന്നെക്കൂടി ഓർത്തു നീ പ്രാർത്ഥിക്കണമേ എന്ന് ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മകൻ്റെ അനുഗ്രഹം നിശ്ചയം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് കാണാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിത അനുഗ്രഹങ്ങൾക്ക്, കഷ്ടകാലത്തിലും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാൻ ലഭിച്ച കൃപയ്ക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്